റാങ്ക് ലിസ്റ്റുകൾ നിലവിലുണ്ടായിട്ടും നിയമനം കിട്ടാതെ ദുരിതത്തിലായി ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപക പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ. പല ജില്ലകളിലും ഒന്നാം റാങ്ക് നേടിയവർക്ക് പോലും ജോലി കിട്ടിയിട്ടില്ല. ഈ അനിശ്ചിതാവസ്ഥയ്ക്കിടെ പുതിയ പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം PSC പുറത്തിറക്കിയതും വിവാദമായിട്ടുണ്ട്. സംസ്ഥാനത്തെ 639 ഹൈസ്കൂളുകളിലാണ് ഇംഗ്ലീഷ് അധ്യാപകരുടെ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. 14 ജില്ലകളിലായി മുഖ്യപട്ടികയിൽ ഉൾപ്പെട്ട 562 പേരും ഉപപട്ടികയിൽ ഉൾപ്പെട്ട 854 പേരുമടക്കം 1416 പേർ 2023 പുറത്തിറക്കിയ റാങ്ക് പട്ടികയിലുണ്ട്. എന്നാൽ ഈ പട്ടികയിൽ നിന്ന് ആകെ നിയമിക്കപ്പെട്ടത് 170 പേർ മാത്രമാണ്. ഇതിലും എറണാകുളം ജില്ലയിൽ ഒരാൾക്ക് പോലും നിയമനം കിട്ടിയിട്ടില്ല. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ജോലി കിട്ടിയത് ഓരോരുത്തർക്ക് മാത്രം. ആലപ്പുഴയിൽ 4, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 5 പേർ നിയമന ശുപാർശ നേടിയെടുത്തു. ജോലി കിട്ടിയവരുടെ കണക്ക് 2 അക്കം കടന്നത് 6 ജില്ലകളിൽ മാത്രമാണ്. അതിലും ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള മലപ്പുറം ജില്ലയിൽ ജോലി കിട്ടിയതാകട്ടെ 41 പേർക്ക്. മലയാളം, ഹിന്ദി തുടങ്ങിയ മറ്റ് ഭാഷാ വിഷയങ്ങളിൽ ഇരട്ടിയിലധികം നിയമനം നടന്നിടത്താണ് ഇംഗ്ലീഷ് ഇങ്ങനെ ഇഴയുന്നത്. ഒഴിവുകൾ ഉണ്ടായിട്ടും നിയമനം നടത്താത്ത സർക്കാർ നയം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഉദ്യോഗാർത്ഥികൾ. 2023 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും എറണാകുളം ഉൾപ്പെടെ പല ജില്ലകളിലും ഒന്നാം റാങ്കുകാരന് പോലും നിയമനം ലഭിക്കാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. വിദ്യാർത്ഥികളുടെ ഭാവി പരിഗണിച്ച് നമ്മുടെ ഗവൺമെൻറ് ഈ വിഷയത്തിൽ കൃത്യമായ തീരുമാനമെടുക്കണമെന്ന് റാങ്ക് ഹോൾഡേഴ്സ് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിന് ഇനി 1.5 വർഷം കൂടി കാലാവധിയുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ധനവകുപ്പ് എതിർപ്പുന്നയിക്കുന്നതിനാലാണ് നിയമനങ്ങൾ നടക്കാതിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഹൈസ്കൂൾ അധ്യാപക തസ്തികയിലേക്ക് ഇറക്കിയ പുതിയ പരീക്ഷാ വിജ്ഞാപനവും ഉദ്യോഗാർത്ഥികളെ ചൊടിപ്പിച്ചിരിക്കുന്നു. മീഡിയ 1 തിരുവനന്തപുരം.